അതെ, ഇപ്പൊ ഭയങ്കര ചൂട്. അയ്യോ, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ കാറിലൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പുറത്തോട്ട് ഇറങ്ങി നിന്നാൽ ഭയങ്കര വെയിലും ചൂടും, നാട്ടുകാരെല്ലാം പഴുത്തിരിക്കുക, എല്ലാ സാധനങ്ങളും പഴുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മുട്ട ടയറുള്ള വണ്ടിക്കാർ പതുക്കെ ഓടിക്കുന്ന ഒരു ബുദ്ധിയായിരിക്കും, അല്ല മുട്ട പൊട്ടും. അല്ല, ടയർ പൊട്ടും, ആക്സിഡന്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മുട്ടയും ചിലപ്പോൾ പൊട്ടിയെന്ന് വരും, അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ടയർ പൊട്ടുമ്പോൾ മുട്ട പൊട്ടണം നിർബന്ധമൊന്നുമില്ല അല്ലേ? റോഡിലൊക്കെ മുട്ട കിടന്നാലും മുട്ട കൊണ്ടുവന്ന വണ്ടിയാണേലും ചിലപ്പോൾ മുട്ട പൊട്ടും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതിനകത്തുള്ള രസം എന്നാ വെച്ചാൽ ഇപ്പോൾ ഗൾഫിലൊക്കെ ഇതിലും ചൂടാടും, ഭയങ്കര ചൂടാണ്. ഇതിനേക്കാൾ ചൂട് 50 ഡിഗ്രിയും. പിന്നെ ഇതില്ല, എന്താ പറയുക, ഹ്യൂമിഡിറ്റി ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ചൂട് ഹെവി ചൂടല്ലേ, മരുഭൂമി, വെള്ളം പോലും ഇല്ല, അത്ര ഡ്രൈ. അവിടെ ഇങ്ങനത്തെ സീസൺ ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മർ സീസണിൽ വർക്കിംഗ് അവേഴ്സ് ഈ പുറത്ത് വർക്ക് ചെയ്യുന്നവർക്ക് രാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ 8 മണിക്കൂർ. ഇതിൻ്റെ സമയം ആയതുകൊണ്ട് അവർക്ക് 6 മണിക്കൂർ അങ്ങനെ വരും. അപ്പോൾ 6 മണിക്കൂർ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവരെന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണെങ്കിലും ആ പണി സമയം അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ 8 മണിക്കൂർ ഡ്യൂട്ടി വീണ്ടും വരും. ഞാനങ്ങനെ കൺസ്ട്രക്ഷൻ ആയിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 3:30 എഴുന്നേറ്റ് ബസ്സിൽ കയറി ഒരു 2 മണിക്കൂർ യാത്ര ചെയ്ത് 5 ആകുമ്പോൾ അവിടെ എത്തുന്നു. അല്ലെങ്കിൽ 1 മണി വരെ ഡ്യൂട്ടി ചെയ്യുന്നു. ഓഫീസ് ഡ്യൂട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അത് 2 മണിക്കൂറൊക്കെ നീളാൻ സാധ്യതയുണ്ട്. 10 മണിക്കൂറായിരിക്കും, നമുക്ക് 8 ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ എന്താ പറയുക, അവിടെ ഈ ഡ്യൂട്ടി അവർ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. അതായത് രാവിലത്തെ വർക്കിംഗ് അവേഴ്സ് മാറ്റിക്കൊണ്ട് അത് മാനേജ് ചെയ്യുന്നത്. പിന്നെ അഥവാ എമർജൻസി പോലത്തെ എന്തെങ്കിലും വർക്കാണ് നടക്കുന്നതെങ്കിൽ ഇപ്പോൾ നൈറ്റിലോട്ട് ഫുള്ളങ്ങ് ചെയ്യാൻ നിൽക്കും. ചിലപ്പോൾ കോൺക്രീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഫുള്ള് നൈറ്റ് ആക്കും, ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത്രയും മനുഷ്യന് പരിഗണിക്കുന്നുണ്ട് അവർ. ഹ്യൂമൻ വാല്യൂ. രാജാവ് ഭരിക്കുന്ന രാജ്യങ്ങളാണേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും ഇതൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നെങ്കിൽ ഏർലി മോർണിംഗ് 5 മണിക്ക് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് നിർത്താം. അല്ലെങ്കിൽ 2 ഷിഫ്റ്റ് ആക്കുക, 4 മണിക്കൂറോ അല്ല 6 മണിക്കൂർ 3 മണിക്കൂർ എന്നൊക്കെ വേണേൽ. രാത്രിയിലൊക്കെ ഈ എന്താ പറയുക 5 മണി മുതൽ 4 മണി മുതൽ ഒരു 7 മണി വരെ വേണമെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് 8 മണി വരെയൊക്കെ നിൽക്കാൻ പറ്റും. അത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി ഇത്. പക്ഷെ ഇവിടെ ഇതൊന്നും ചെയ്യത്തില്ല. ഇവിടുത്തെ മാനേജ്മെന്റ് മോശമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. അവർക്ക് വർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിൽ പോലും ഇതിന്റെ കോൺക്രീറ്റ് വരുന്ന സമയം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ വെയിലത്ത് നിന്ന് പണിയേണ്ട സമയങ്ങളൊക്കെ പലരും പ്ലാനിങ് തെറ്റിച്ചുകൊണ്ട് മാത്രമായിരിക്കും കുറേ പേരൊക്കെ ഈ റോഡിൽ നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ വണ്ടി എന്തോ കാണിച്ചോ. അപ്പോൾ ഇവിടുത്തെ പലയിടത്തും അവരുടെ പ്ലാനിങ് തെറ്റിയ സ്ഥലത്തുള്ള എംപ്ലോയീസ് ഒക്കെ കഷ്ടപ്പെടും. നമ്മുടെ നാട്ടിൽ പൊതുവേ പ്ലാനിങ് തെറ്റായതുകൊണ്ടാണ്. ഈ റോഡ് നോക്കി അങ്ങോട്ട് കാണിച്ചാൽ മനസ്സിലാവും. അത് സിമ്പിളാണ്. ഇവരും പണിയെടുക്കുക. ഇപ്പോൾ ഈ വെയിലത്ത് കിടന്നുണ്ട് ഇവന്മാർ ഓരോന്ന് കൊണ്ടുവരും, ഓരോ പ്രാവശ്യം ഏതാണ്ടൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിടും, പിന്നെ റോഡ് പൊളിക്കും. എവിടെ ഇത് നടക്കാത്ത? ഇങ്ങോട്ട് തിരിച്ചു മോളെ. അല്ലേ, ശരിയല്ലേ? ടാറിട്ട് കഴിഞ്ഞാൽ റോഡ് കുത്തിപ്പൊളിക്കും. അത് കഴിയുമ്പോൾ പിന്നെയും അടുത്ത പ്രാവശ്യം കുറച്ച് കഴിയുമ്പോൾ വേറൊരു സൈഡിൽ കൂടെ എന്താണ്ട് ഇടണമെന്ന് തോന്നുന്നു, അപ്പോഴും കുത്തിപ്പൊളിക്കും. എന്നാൽ ഇതൊക്കെ ഈ പൊളിക്കുന്ന സമയത്ത് വേറെ രാജ്യത്തൊന്നും ഇത്രയും പൊളിക്കുന്നില്ല. മലയാളി പൊളിയായതുകൊണ്ടാണോ ഇന്ത്യക്കാർ പൊളിയായതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പൊളിയാ എല്ലാവരും. അതുകൊണ്ട് എല്ലായിടത്തും പൊളിച്ച് പണിയുന്നുണ്ട്, പാലം പൊളിയുന്നുണ്ട്, പിന്നെ അങ്ങനെ ബിൽഡിങ് പൊളിയുന്നുണ്ട്, പലരുടെയും പലതും പൊളിയുന്നുണ്ട്. പിന്നെ ഈ പൊതുവെ നമ്മൾ ഈ വായും പൊളിച്ച് നടക്കുന്നവരായതുകൊണ്ടും പഴം പൊളിച്ച് തിന്നുന്നവരായതുകൊണ്ടും പൊളിച്ചങ്ങ് വെച്ചേക്കുന്നത് കൊണ്ടും പലതും നമുക്ക് എന്താ പറയുക ആ രീതിക്കൊക്കെ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ കാണുന്നത്. പണി എന്ന് പറഞ്ഞാൽ രാവിലെ കണ്ട് കുഴിയെടുക്കാൻ തുടങ്ങിയിട്ട് വഴിയെല്ലാം ബ്ലോക്ക് ആക്കിയിട്ടാണ് കുഴിയെടുക്കുന്നത്. ആ വഴി ബ്ലോക്ക് ആക്കാതെ ആ മണ്ണ് മാറ്റിയിടാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പോലും അവരത് ചെയ്യത്തില്ല. നമ്മുടെ വണ്ടി സൈഡിൽ കൂടെ പോകും. ഇവൻ മണ്ണെടുത്തതിൻ്റെ ഇങ്ങോട്ട് ഇടായിരുന്നാൽ മതി. ഈ മെറ്റൽ കൊണ്ട് കൂന കൂട്ടിയിടുന്ന കണ്ടിട്ടുണ്ടോ? റോഡ് സൈഡിലോട്ട് പകുതി റോഡ് കവർ ചെയ്തൊക്കെ മെറ്റൽ കൂന കിടക്കുന്നു. അതിനെ അകത്തേക്ക് കയറി ആൾക്കാർ മരിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചതാണ് മെറ്റൽ കൂനയെ തെന്നിക്കൊണ്ട്. അപ്പോൾ ഞാനതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം കയറും, അല്ല എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതെനിക്ക് കണ്ടെന്ന് പറഞ്ഞത് കേട്ടതൊക്കെ വെച്ചില്ല. നമുക്ക് ഓരോരുത്തരുടെ കാര്യങ്ങൾ ദേഷ്യമോ സന്തോഷമൊക്കെ തോന്നത്തുള്ളൂ. മെറ്റൽ കൂന കിടക്കുന്ന സമയത്ത് ഞാൻ പറയുവാണ്, ആ മെറ്റൽ കൂനെ കൂടെ തെന്നി അങ്ങോട്ട് നിന്നപ്പോൾ എനിക്ക് വേണ്ട ഒരു കാമുകി, ഒരു സുന്ദരിയായ കാമുകി എന്നൊക്കെ പറയുന്ന പോലെ ഐശ്വര്യായി, സുസ്മിത സെൻ, അതൊക്കെ നമ്മുടെ കാലമാണ്. അതെ, ഇപ്പം ആരടി ആരൊക്കെയോ എന്തെങ്കിലും ആട്ടെ, ഇവിടെ ഉള്ള ഏതെങ്കിലുമൊക്കെ ഒരു പെണ്ണ്. എനിക്കിഷ്ടം അനാർക്കലി മരിക്കാറ. അനാർക്കലി മരിക്കാറങ്ങ് ലൈൻ വീണ്
ലൈൻ വീഴുക സെറ്റ് ആവുക അങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ ഈ മെറ്റൽ കൂൺ എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന സാധനമായിരിക്കും. മനസ്സിലായോ? പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. മെറ്റൽ കൂനെ വീണ് എൻ്റെ കൂട്ടുകാരൻ മരിക്കുക ചെയ്തത്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായി? അതുപോലെ തന്നെ വേറെ ആരെങ്കിലും ആരൊക്കെ മരിച്ചിട്ടുണ്ടെന്ന് നോക്ക് നിങ്ങൾ. അപ്പൊ അത് അങ്ങനെ ചെയ്ത വൃത്തിയോട് ചെയ്യുന്നവരാണ് ഇവിടെ ഉള്ളവർ. അപ്പൊ അതുകൊണ്ട് ഈ പണിക്കാർ നിൽക്കുന്നൊന്നും അവർ ശ്രദ്ധിക്കത്തൊന്നുമില്ല. വെയിലത്ത് നിന്ന് മരിക്കുന്ന സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ, അല്ലേ? സൂര്യതാപമായിട്ട് ആൾക്കാർ മരിച്ചല്ലോ, ഇനിയും മരിക്കത്തില്ലേ? എന്നാൽ ഗൾഫിൽ അത് കുറവാ. ഇതിലും വലിയ ചൂടുള്ളത് കുറവാ. നമ്മൾ ഇതിലും വലിയ കത്രീനെ അടിക്കുന്ന അമേരിക്കയിൽ ഇത്രയും പേര് മരിക്കത്തില്ല. ഇവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായപ്പോഴത്തേക്കിന് 1,00,000 പേര് മരിച്ച്. 1,00,000 ഇല്ല, 2,000 പേരോളം മരിച്ച് കാണും. ചിലപ്പോൾ 3,000 ആണോ 5,000 ആണോ കണക്ക് പോലും ഇല്ല. ഇപ്പോഴും പലരെയും കണ്ടിട്ടില്ല, കിട്ടിയിട്ടില്ല. അവരേതോ ദൂരയാത്രയ്ക്ക് പോയ പോലെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുടുംബക്കാരൊക്കെ ഉള്ള നാട്ടിലിരുന്നുകൊണ്ട് അവരുടെ മുന്നിൽ കിടന്നുകൊണ്ട് സെൽഫി എടുത്ത് ആഘോഷിച്ചവനെ എന്തോ പറഞ്ഞപ്പോൾ ഇപ്പോൾ ലോക്കപ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഒരു മൈര് നടക്കാൻ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. എന്നാലും വെറുതെ അങ്ങ് പറഞ്ഞത് കാണുമ്പോൾ ഒരു വിഷമം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതേപോലെ നിൽക്കുന്നവരെ കണ്ടാൽ നമുക്കത് തോന്നണ്ടേ? അപ്പോൾ ഇവനെയൊക്കെ കൊണ്ടുവിടെ നിർത്തുന്നവർ ആരെ? ഇതൊക്കെ ഈ സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനേ പറ്റാത്ത ആൾക്കാർ ഹെൽമെറ്റും പിടിച്ച് സീറ്റ് ബെൽറ്റും പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവരോട് കുറ്റം തോന്നത്തില്ലേ നമുക്ക്? അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നം. ഇവിടെ പലതും പ്രശ്നമല്ല. ഇവിടെ ഒരു സാധനവും പ്രശ്നമല്ല. പോക്കറ്റ് അടിക്കാനൊരു കാരണം കണ്ടെത്തുന്ന പരിപാടിയൊക്കെയാണ് പ്രശ്നം. ഇതെന്താ ചെയ്യാത്ത? ഇത് സ്ട്രിക്റ്റ് ആക്കണം. ഇവിടുത്തെ ജോലി സ്ഥലങ്ങൾ എല്ലാ തരത്തിലും ഏത് ജോലി സ്ഥലം എടുത്ത് നോക്കിയാലും ഒരു അടുക്കും ചിട്ടയില്ലാത്ത ഇവരുടെ ഈ പറഞ്ഞ പോലത്തെ പോലീസ് സ്റ്റേഷനും കോടതിയും ഗവൺമെന്റ് സ്ഥാപനങ്ങളും കണ്ടാൽ മതി അവരുടെ അടുക്കും ചിട്ട എന്തോരണ്ടെന്ന് അറിയാം. മനസ്സിലായി? അവിടുത്തെ വൃത്തി അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ അതൊന്നും ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വൃത്തിക്ക് ജീവിക്കുന്ന നമ്മളെപ്പോൾ ഉള്ളവരെ വന്ന് എന്ത് പഠിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് നമ്മൾ വൃത്തിക്കൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ പറയുന്നതിനകത്ത് ചിലപ്പോൾ അവരുടെ വാക്കുകളല്ലായിരിക്കും എൻ്റെ വാക്കുകൾ. എനിക്ക് ജുഡീഷ്യൽ ടേം അറിയാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ മൈരെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മൈരന് ജുഡീഷ്യലി എന്താ പറയുക? മുടി എന്നാണോ? പൊളിറ്റിക്കലി കറക്റ്റായിട്ട് എന്താ മുടി എന്ന് പറഞ്ഞാൽ ശരിയാവോ? എനിക്ക് അതുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയണ്ടേ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന ഈ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടിട്ട് നമ്മൾ കറങ്ങി തിരിഞ്ഞ് പോകണം. എന്നാൽ ഈ മണ്ണെടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ റോഡ് ഇവിടെ നിന്ന് ഇങ്ങനെ കോരി ഒരു സൈഡിൽ ഇങ്ങോട്ട് വിട്ടു, ഒരു സൈഡിൽ ഇങ്ങോട്ട് വിടുന്നതിന് വരും ഈ സൈഡിലോട്ട് ഇട്ടാൽ ഇവിടെ കിടക്കുന്ന സ്പേസ് ഫ്രീ ആയി ഇതുവഴി പോകാമെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അതായത് ഇത്രയും സ്പേസേ കിടക്കത്തുള്ളൂ. ആ കുഴിയുടെ സ്പേസിന് അപ്പുറത്ത് ഇങ്ങനെ ഈ കുഴിയുടെ സൈഡിലോട്ട് മണ്ണിട്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിടാൻ അയാൾ മാന്തി ഇടുമ്പോൾ കോരി കൂടുതൽ എറിയേണ്ടി വരും. ഇവിടെ നാം ഇത്രയും നീളമുള്ള കുഴി ആയതുകൊണ്ട് അയാൾ എടുത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇടുന്ന ഇങ്ങോട്ട്. പക്ഷെ കയറിയിട്ട് ഇത് കുറച്ച് വാരിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ സൈഡിലോട്ട് മാറ്റണം. അങ്ങനെ മാറ്റി അത്രയും പേര് കറങ്ങണ്ട. അവൻ ചെയ്യുന്ന ആ പണിയുടെ അത്രയും തന്നെ സമയത്തിനും ഈ പറഞ്ഞ ഇന്ധനത്തിനും നമ്മൾ ഈ പറഞ്ഞ ഞാൻ എടുക്കുന്ന എഫേർട്ടിന് എനിക്കും വിലയുണ്ട്. അതങ്ങ് മാറ്റാൻ എളുപ്പമാണ്. ആ പണിക്കകത്തൊരു ചെറിയ പണി മാത്രമേ ഇതുവഴി ഞാൻ മാത്രമല്ല പോകുന്നത്. എത്രയോ ആൾക്കാർ പോയി. അവരെല്ലാം മാറിപ്പോകണം ഈ ഒരൊറ്റ മണ്ടത്തരം കൊണ്ട്. ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അവരുടെ മുതലാളി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ചെന്ന് ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും അവിടെ. അവരെന്ത് ഇത് പഠിക്കാനൊന്നും എനിക്കറിയത്തില്ല. ഇത് നീ കണ്ടതല്ലേ അവിടെ? ആ മണ്ണെടുത്ത് ഇങ്ങോട്ടിട്ടില്ലെങ്കിൽ ആ കുഴിയുടെ ഗ്യാപ്പ് ഇച്ചിരി ഉള്ളൂ. ആ കുഴി മൂടിയതിനകത്ത് മണ്ടയ്ക്കൂടെ പോകാൻ നമുക്ക് പറ്റും, അല്ലേ? ഇത്ര ഉള്ളൊരു കുഴി ഇവിടെ കുഴിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ആ മണ്ണെടുത്ത് റോഡിലോട്ട് ഇടുമ്പോൾ അതിൽ കൂടുതൽ സ്പേസ് ഇവിടെ നഷ്ടമാക്കുന്നുണ്ട്. അതേസമയം കുഴിയുടെ അതേ നേരെ തന്നെ അത് കണ്ടിന്യൂസ് കുഴിയല്ല. ശ്രദ്ധിച്ചോ? ഇടയ്ക്കിടയ്ക്കല്ലേ കുഴിച്ചിട്ടുള്ളൂ. ഇവര് എന്താ പ്രശ്നം പറ്റി ഞാൻ പറയാം. സാധാരണഗതി നീളത്തിൽ കുഴിക്കും ഇത് പറ്റത്തില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് അവിടെ കണ്ടപ്പോൾ അത് തോന്നിയത്. മനസ്സിലായോ? ഇത് ഈ റോഡിന്റെ അങ്ങറ്റം വരെ ഒരേപോലെ കുഴിക്കുന്ന കുഴിയാണ്. അവർക്ക് ഈ ഓപ്ഷൻ ഇല്ല, ഇങ്ങോട്ട് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. അവര് പക്ഷെ അത് വിചാരിക്കാതെയാണ് അത് ചെയ്തോണ്ടിരിക്കുക. അവര് സ്ഥിരം ചെയ്യുന്ന പണി ചെയ്തോണ്ടിരിക്കുക. എന്നാൽ ഇവിടെ നേരെ തിരിച്ച് ഇത്രയുള്ള കുഴി ആയതുകൊണ്ട് സത്യത്തിൽ അയാൾക്ക് ഇവിടുന്ന് കോരി എറിഞ്ഞാൽ മതി. ഇവിടുന്ന് പകുതി കോരി ഇപ്പുറത്തിട്ടിട്ട് ഇവിടുന്ന് അപ്പുറത്തോട്ട് കോരിയാൽ ആ നീളത്തിലുള്ള കുഴി എടുക്കുന്നുള്ളതാണ്. അയാൾക്ക് ചിന്ത വരുന്നില്ല, അല്ലേ? അയാളുടെ കോൺട്രാക്ടർക്കും വന്നില്ല, ഇവിടെ നിന്ന് കണ്ട ഇത്രയും നാട്ടുകാർക്ക് വന്നില്ല. നമ്മൾ അയാളോട് പറയുമ്പോൾ അയാൾക്ക് അത് മനസ്സിലാകത്തില്ല. കാരണം അയാൾ പറയുന്നത് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കുഴിച്ചിട്ട് ശീലമായി പോയി. എന്നാൽ പിന്നെ അയാൾക്ക് ഇങ്ങനെ നിന്ന് കുഴിച്ചാൽ അയാൾ അങ്ങോട്ട് എടുത്ത് എറിയുമോ? പക്ഷെ അങ്ങനെ നിന്ന് കുഴിക്കാനുള്ള വീതി ഇല്ലാത്തതുകൊണ്ട് സംഭവം തന്നെ വാരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ശേഷം വേറെ കാര്യമുണ്ട്. മണ്ണ് അവിടെ ഇടാനുള്ള ആ സാധനം കോരുന്നിടത്തുനിന്ന് അങ്ങനെ കോരി ഇടയാൻ പറ്റത്തുള്ളായിരിക്കും. അല്ലാതെ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ എടുത്തെറിയാൽ ബുദ്ധിമുട്ടാണ്. ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ ചെയ്യാൻ പറ്റത്തില്ല. അവര് നേരെ ഇങ്ങോട്ട് ഇട്ടോട്ടെ. പക്ഷെ ഇത് കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ ഉടനെ ഇതിങ്ങോട്ട് മാറ്റാൻ അത്രയും പോലും സമയം വേണ്ട. എല്ലാം വേണ്ടി ഇതൊരു ചട്ടിയിലോട്ട് വാരിയിടട്ടെ. എല്ലാം വലിയൊരു കൊട്ടയ്ക്കകത്തോട്ട് ഇത് വാരിയിടുന്നെങ്കിലും അല്ല, അവിടെ നിന്ന് ഒരുത്തിന് വേണേൽ അത് പണിയാക്കാം. ഇവര് വാരുന്ന സാധനങ്ങൾ വാരിക്കൊണ്ട് പോയി സൈഡിലോട്ട് ആക്കുന്നു. ഒരു ചെറിയ എഫേർട്ട് അല്ലേ? അത്രയും സ്റ്റാഫ് കാണത്തില്ല.
എടോ അതിന് സ്റ്റാഫിന് അത്രയും തന്നെ പണി, അത് ഈ കുഴിക്കുന്ന പണിയൊക്കെ അത്രയും തന്നെ ഉള്ളൂ. അതിന് കൂടി വന്ന ഇവിടെ ടോട്ടൽ മാൻ ഹവേഴ്സ് ലോസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ബാക്കിയുള്ള മൊത്തം ആൾക്കാരെ കൺസിഡർ ചെയ്തിട്ട് റോഡ് പോലും ബ്ലോക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാക്കി വെക്കുന്നതിനകത്ത് ത്രെട്ടുകളുണ്ട്. അതായത് ഇവിടുന്ന് ഇപ്പോൾ ഒരു ആംബുലൻസ് സർവീസ് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവൻ അവിടെ വന്നിട്ട് നിന്നിട്ട് തിരിഞ്ഞു പോയിട്ട് കറങ്ങി കണ്ടുപിടിക്കുന്ന സമയം പോകുന്ന സംഭവങ്ങളുണ്ട്. ഒരു തീ പിടിച്ചാൽ എന്തുണ്ടാവും എന്നുള്ള സാധനങ്ങളുണ്ട്. അതിനെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ അവർ ഈ കൊടുക്കുന്ന ടൈമിന് വാല്യൂ ഏതിനാ വാല്യൂ? അപ്പോൾ പിന്നെ നമ്മളെല്ലാം പോവല്ലേ, നമുക്ക് കാർ അതുവഴി കറങ്ങി പോകണം ഇതുവഴി കറങ്ങി പോകണം എന്ന് പറയുന്ന സമയത്തിന്റെ വാല്യൂവും നമ്മുടെ ഇത്രയും ഫ്യൂവൽ കത്തുന്നതും എല്ലാം വെച്ച് നോക്കിയാൽ ആ പറയുന്ന ആളുടെ ലേബർക്ക് ഇവൻ എത്ര സാലറി കൊടുക്കുന്നത് ഈ കുഴി ഒഴിക്കുന്നതിന്? അതിന്റെ കൂടെ ഇതുകൂടെ ചെയ്യണ്ടേ? നമ്മൾ എന്തുവരെ ലാഭം? അപ്പോൾ അത് ലാഭമാണോ? നമ്മളെപ്പോഴും അയാളുടെ മാത്രം ലാഭത്തെ പറ്റിയോ അയാളുടെ ഒരു പ്രത്യേക പണിയുടെ ലാഭത്തെ പറ്റി മാത്രം ചിന്തിക്കുന്നത് കുഴപ്പമുണ്ട്. പക്ഷെ ടോട്ടലി നമ്മളിത് ഒരു ഓൾ പിക്ചർ കിട്ടിയാൽ അവിടെ നഷ്ടം വരുന്നത് ശരിക്കും ഒരുപാട് വലുതാ. അതുകൊണ്ടാ പറഞ്ഞത്. ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞത് നീളത്തിൽ കുഴി കുഴിക്കുന്ന രീതി പോകുന്നതുകൊണ്ട് മാത്രം അവരത് തെറ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിനകത്ത് ഇതറിയത്തില്ല, തിരിച്ചിട്ട് ഇത് കംഫർട്ടബിൾ ആക്കാൻ അറിയത്തില്ല. എല്ലാം ഒരേ സ്കൂളിൽ നിന്ന് വന്നതാ, മനസ്സിലായോ? ഒരേ സ്റ്റാൻഡേർഡ് എല്ലാത്തിനും. വീടാണോ അതുകൊണ്ട് ഇങ്ങനെയാന്ന് എല്ലാവരും ഒരുപോലെ വീട് പണിക്കും. കുറച്ചാളെ പറയും ഇതല്ല വേറൊരു വീട് കാണിച്ചു തരുന്നുണ്ട്, അതുകൊണ്ട് അതെങ്ങനെയാണ്? ഇത് കൊള്ളാം, അമേരിക്കയിൽ ഇങ്ങനെയാണോ? പർഗോളം ഇട്ടു, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് പർഗോളം ഇട്ടു, വീടിനകത്ത് മുടിഞ്ഞ ചൂട്. മഞ്ഞുള്ള രാജ്യത്ത് കുറച്ച് വെയിൽ വരുമ്പോൾ സൂര്യപ്രകാശം അകത്ത് കിട്ടി ചൂട് ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പണിയാണ് ഗ്ലാസ് ഇടുന്ന വീടിൻ്റെ മണ്ടേ. അത് കേരളത്തിൽ കൊണ്ടിട്ട് എങ്ങനെ ഇരിക്കും? ഒരു സമയത്ത് ഭയങ്കര സ്റ്റൈലാന്ന് പറഞ്ഞ് ചെയ്താടേ. ഇവിടുത്തെ ആൾക്കാരുടെ സ്റ്റൈലല്ല അങ്ങനെ, ഡ്രസ്സിങ്, മേക്കപ്പ്, നമ്മുടെ ഒരു ശരീരത്തിന് ചേർന്ന പോലെയല്ല പലരും ഡ്രസ്സ് ഇടുന്ന പോലും. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ പറഞ്ഞ പോലെ കേരളം പൊളിയാണെന്നും കേരളം നമ്പർ 1 നൂളത്തരമാണെന്നും ഈ പറഞ്ഞ പോലെ പഴം പൊളിക്കുകയും വാ പൊളിക്കുകയും പൊളിച്ച് വെക്കുകയും പൊളിച്ച് വെച്ചിട്ട് അങ്ങോട്ട് അങ്ങ് തിന്നുകയും ഏതാ എന്തൊക്കെയാ പൊളിച്ചിട്ട് തിന്നുന്നേ? തണ്ണിമത്തനൊക്കെ പൊളിച്ചങ്ങ് തിന്നുമല്ലേ നമ്മള്? അല്ലേ, ശരിയല്ലേ? തല്ലിപ്പൊളിക്കും വേണം, വെട്ടിപ്പൊളിക്കുന്നു. ചക്ക വെട്ടി പൊളിച്ചിട്ട് തിന്നാറില്ലേ? ചക്കക്കുരു. അതാണ് എനിക്ക് ഞാനത് പറഞ്ഞ പ്രവർത്തി. ഞാനൊരു ഗാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യണം. ഇപ്പൊ ഞാനേ കുറച്ച് ദിവസം കുറച്ച് ബിസി ആയിരുന്നു. കുറച്ച് കാര്യങ്ങൾ ഒരു എന്താ പറയണ്ടേ തീരുമാനത്തിലെത്തിക്കേണ്ട തിരക്കിലായതുകൊണ്ട് കുറച്ച് സമയം ചെലവഴിച്ചതുകൊണ്ട് വീഡിയോയിൽ വരാൻ പറ്റിയില്ല. ഇന്നലെ ഞാനൊന്നും അങ്ങനെ വീഡിയോ ഒന്നും ഇട്ടില്ല. വീഡിയോക്കാൾ കൂടുതൽ പണിയുണ്ടാകും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചതാ കുറച്ച് ദിവസത്തേക്ക് ഈ പരിപാടിയൊക്കെ. എനിക്ക് തിരിച്ച പരിപാടിയൊക്കെ ചെയ്യാൻ സമയമായെന്ന് മനസ്സിലായപ്പോൾ ഞാനിരുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് കുഴപ്പമില്ല, കുറച്ചുകൂടെ ബെറ്റർ ആക്കി നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും കേട്ടോ. കുഴിയെടുക്കുന്നവരെ നാളെ കുഴിച്ചിട്ടാണല്ലോ കുഴി എടുക്കുന്ന പോലെ റോഡിൽ നിന്ന് കുഴി എടുക്കുന്നു. ഇതന്നെ ശ്മശാനം വന്ന് എഴുതിയവൻ അല്ലേ? ശ്മശാനത്തിന് എങ്ങനെ വേണേ കുഴിക്കാം? അത് ഇങ്ങോട്ടിടുവോ വല്ല വേറൊരു ശവത്തിന്റെ മണ്ടക്കോട്ടിടുവോ? അതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മൂവ് ചെയ്യുന്ന സ്ഥലത്തെ കാര്യം. അപ്പൊ ശരി, ബൈ.